പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ കഥാപാത്രമാക്കി കോൺഗ്രസ് ബീഹാർ ഘടകം പുറത്തിറക്കിയ വീഡിയോയ്ക്കെതിരെ പരാതി. ഡൽഹിയിലെ ബിജെപി പ്രവർത്തകനാണ് പരാതി നൽകിയത്. ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് അജീഷ് ജയകുമാർ. അജീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ വിഷയത്തിൽ വ്യക്തിപരമായ പ്രതികാര നടപടികളാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന ആരോപണം ബിജെപിയുടെ ഭാഗത്തു നിന്ന് അപ്പോൾ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു പരാതി കൂടി നൽകിയിട്ടുണ്ടല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ കഥാപാത്രമാക്കിക്കൊണ്ട് കോൺഗ്രസ് ബീഹാർ ഘടകം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു AI വീഡിയോ അത് പുറത്തിറക്കി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് വിവാദമാകുന്നു. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി തുടരുകയാണ്. അജീഷ്, തുടരാം. ക്രിസ്റ്റീന, ഈ BJP ഈ ആരോപണം വലിയ രീതിയിൽ മുതലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ ബീഹാറിൽ എല്ലാ നേതാക്കളും ഒരുമിച്ചായിരുന്നു കോൺഗ്രസിനെതിരെയുള്ള ആക്രമണം. മാത്രമല്ല BJP ദേശീയ വക്താവ് തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് എല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നായിരുന്നു BJPയുടെ വക്താവ് തന്നെ വ്യക്തമാക്കിയത്. മാത്രമല്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP പ്രവർത്തകൻ ഡൽഹിയിലെ നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഈ വീഡിയോ പരിശോധിച്ച് വരികയാണ്. ഇതുവരെയ്ക്കും FIR എടുത്തിട്ടില്ല. പരമാവധി ഈ വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പിന് വരെ കത്തിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിലാണ് BJP ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അതിലൊരു വിശദീകരണം നൽകുന്നത് അങ്ങനെ അപമാനകരമായിട്ടുള്ള ഒന്നും തന്നെ ആ വീഡിയോയിലില്ല. നേരത്തെ ഈ മെനഞ്ഞാന്നായിരുന്നു ഈ വീഡിയോ പുറത്തിറക്കിയത്. ബീഹാറിന്റെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലായിരുന്നു, ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലായിരുന്നു ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അത് ഇങ്ങനെയായിരുന്നു: മോദി ഉറങ്ങാൻ പോകുന്നു, ഇന്നത്തെ വോട്ട് മോഷണം കഴിഞ്ഞു ഉറങ്ങാൻ പോകുന്നു, അതിനുശേഷം മോദിയുടെ അമ്മ ഹീരാബൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, എന്നെ ഇങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് ഒരു പ്രധാന കഥാപാത്രമാക്കരുത് തുടങ്ങിയ ഉപദേശങ്ങൾ മോദിക്ക് നൽകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടത്. പക്ഷേ അതും ഇപ്പോൾ ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദമാകുകയാണ്. BJP നേതാക്കൾ ഒന്നടങ്കം തന്നെ കോൺഗ്രസിനെതിരെ രംഗത്തെത്തുന്നു. കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു രാഷ്ട്രീയ പോരിനാണ് തുടക്കമായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.